നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ 1224 പേർ കൂടി കോവിഡ് വൈറസ് ബാധയിൽ നിന്ന് മുക്തി നേടി. 1312 പേർ രോഗമുക്തരായി. ഇതിനകം രാജ്യത്ത് 3,59,445 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. 3,77,948 പേർക്കാണ് ഒമാനിൽ ആകെ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 95.1% രോഗമുക്തി നിരക്ക്. കോവിഡ് ബാധിച്ച് പുതുതായി 4 മരണങ്ങളാണ് ഇന്ന് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത്. ആകെ 4,238 പേർ കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49 കോവിഡ് രോഗികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകെ 311 കോവിഡ് രോഗികളാണ് രാജ്യത്ത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ 67 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ്. ബഹ്റൈനിൽ തിങ്കളാഴ്ച 2885 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 5381 പേർ കൂടി ഇന്നലെ രോഗമുക്തരായി. പുതുതായി 1 മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 1438 ആയി. ആകെ 4,95,212 പേർക്കാണ് ബഹ്റൈനിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 4,60,570 പേർ രോഗമുക്തരായി. ആകെ 93,13,980 കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങുന്ന യാത്രക്കാർക്ക് ആശ്വാസമായി റാപ്പിഡ് PCR ടെസ്റ്റ് ആവശ്യമാണെന്ന നിബന്ധന ഒഴിവാക്കി എയർപോർട്ട് അധികൃതർ. ഇന്ത്യയെ കൂടാതെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും ദുബായ് എയർപോർട്ടിൽ ഇറങ്ങാൻ ഇനി റാപ്പിഡ് ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഇന്ന് രാവിലെ 8 മുതലാണ് പുതിയ മാറ്റം നിലവിൽ വന്നത്. എങ്കിലും 48 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് ഫലം വേണമെന്ന നിബന്ധനയിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. കൂടാതെ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ദുബായ് എയർപോർട്ടിൽ നിലവിൽ നടത്തുന്ന കോവിഡ് പരിശോധന തുടരുന്നതായിരിക്കും. ഒമാനിലേക്ക് എത്തുന്ന യാത്രക്കാർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇനിയും മുൻകൂറായി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സിവിൽ ഏവിയേഷൻ സമിതി അറിയിച്ചു. സിവിൽ ഏവിയേഷൻ സമിതി പുറത്തുവിട്ട സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ 18 വയസ്സിന് മുകളിലുള്ള യാത്രക്കാർ കോവിഡ് വാക്സിന്റെ 2 ഡോസ് സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടമെന്ന വിശേഷണവുമായി അത്ഭുത കാഴ്ചകൾ ഒരുക്കി ദുബായിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ ഇന്ന് ലോകത്തിന് സമർപ്പിച്ചേക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച 14 മ്യൂസിയങ്ങളിൽ ഒന്നായ ഇതിൽ ഭൂതകാലവും വർത്തമാനവും ഭാവിയും സമന്വയിക്കുന്നു. ലോകസഞ്ചാരികൾക്കായി ദുബായ് ഒരുക്കുന്ന ഈ വിസ്മയത്തിൽ മലയാളികൾക്കും അഭിമാനിക്കാം. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന് വെളിച്ചം ക്രമീകരിച്ചത് മലയാളിയായ ബൈജു ചാലിയലിലും സംഘവുമാണ്. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ ബൈജു മാനേജിംഗ് പാർട്ണറായ അമേരിക്കൻ കമ്പനി ജോൺസൺ ടെക്നിക്കൽ സർവീസസ് ആണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ ലൈറ്റ് ഇൻസ്റ്റലേഷൻ ജോലി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. UAE വടക്കൻ മേഖലയിൽ പൊടിക്കാറ്റിന് സാധ്യത. UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. കടൽ പ്രക്ഷുബ്ധമാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തീരദേശ മേഖലകളിൽ നിന്ന് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശിച്ചു. UAE തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തെ ചില മേഖലകളിൽ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. സൗദിയിലെ ജിസാനിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. യമനിൽ നിന്ന് സൗദി നഗരത്തിലെ ജിസാൻ കിങ് അബ്ദുള്ള വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് ഡ്രോണുകൾ എത്തിയത്. യമനിലെ സനാ വിമാനത്താവളത്തിൽ നിന്നാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്നാണ് സഖ്യസേനയുടെ കണ്ടെത്തൽ. എന്നാൽ ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രോണിലെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് സൗദി സഖ്യസേന അറിയിച്ചു. രാജ്യത്ത് ദേശീയ പതാകയെയോ രാജകീയ പതാകയെയോ അവഹേളിച്ചാൽ കടുത്ത നിയമ നടപടിയിലേക്ക് വരുമെന്ന് സൗദി ഭരണകൂടം. ഫെബ്രുവരി 22 സൗദി സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ പതാക വ്യാപകമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് നേരത്തെ നിലവിലുള്ള നിയമ നടപടിയെടുക്കുമെന്ന് ഓർമ്മിപ്പിച്ചുള്ള മുന്നറിയിപ്പുമായി ഭരണകൂടം രംഗത്തെത്തിയത്. പതാകയെ അനാദരിക്കുന്നത് 1 വർഷം വരെ തടവും 3000 റിയാൽ വരെ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. യാത്രാ നിയന്ത്രണങ്ങൾ നീക്കിയതിനു ശേഷം ആദ്യ ദിനം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ 23,000 യാത്രക്കാർ സഞ്ചരിച്ചു. 13,000 പേർ കുവൈറ്റിൽ നിന്ന് പുറത്തു പോവുകയും 10,000 പേർ കുവൈറ്റിലേക്ക് വരികയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. 210 വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. ഇന്ത്യ, ഇസ്താംബുൾ, ബൈറൂത്ത്, ലണ്ടൻ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേർ പോയത്. കുത്തിവയ്പ്പെടുക്കാത്തവർക്കും കുവൈറ്റിലേക്ക് വരാം. കുത്തിവയ്പ്പെടുത്തവർക്ക് PCR-ഉം ക്വാറന്റീനും വേണ്ട തുടങ്ങിയ ഇളവുകൾ പ്രാബല്യത്തിലായതിനു ശേഷം ആദ്യമെത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.